വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു എല്ലാം. ഒരു വിലപ്പെട്ട വിവരം ഒന്നും ചെയ്യാനില്ല കേട്ടോ. കേരളത്തിൽ അധികാരത്തിൽ 14 മന്ത്രിമാർ പിന്നിലാണ്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. കണക്ട് ചെയ്യണം, ധർമ്മടത്ത് എന്ത് സംഭവിക്കുന്നത് അറിയാം. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. എങ്ങനെ എടുക്കും? RDPയുടെ തൊലി വിൽക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാ? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. എങ്ങനെ എടുക്കും? നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. മുകേഷ് പെണ്ണ് പറഞ്ഞ പോലെ അഥവാ എടുത്താലും കമ്പിളി പതപ്പ്. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ധർമ്മടത്ത്, സാക്ഷാൽ ധർമ്മടത്ത് അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? അളിപ്പറമ്പ്, മട്ടന്നൂര്, ധർമ്മടം, CPM ബാലുശ്ശേരി, CPM-ന്റെ കൊടുങ്കോട്ടകളുടെ അടിത്തറ ഇളകുക. അതൊക്കെ ആലോചിക്കുമ്പോ എത്രയും പെട്ടെന്ന് തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. സ്വപ്നമാണോ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി അങ്ങനെ अंग्रेजों ने आते जाते हमारे राष्ट्रीय जीवन को भारी आघात पहुंचाया।